ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ എങ്ങനെ റെഡിയാക്കുക എന്നുള്ള വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലോളെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് നല്ല സോഫ്റ്റി ആയിട്ട് ദോശ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്ന് പരിപ്പ്, അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിക്കൊരു 1/4 സ്പൂൺ ഉലുവമ്പാട് ചേർത്ത് കൊടുക്കാം. ഈ നല്ലവണ്ണം കേകിയിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി ഒരു 5-6 മണിക്കൂർ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം കുതിർന്നൊക്കെ വന്നിട്ട് ഒന്നും പാടെ കേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരി അളന്ന ആ ഗ്ലാസ്സിന് തന്നെ 1 കപ്പ് ചോറും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന് പരിപ്പ്, 1 കപ്പ് ചോറ്, അങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ മൂടി നിൽക്കുന്ന രീതിക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തരികളൊന്നും ഇല്ലാതെ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് ഈ ഒരു ലൂസിലാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല, അത് അരഞ്ഞു വരാനുള്ള വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ വേണ്ടത്. നല്ല കട്ടിക്ക് വേണ്ട, എന്നാൽ നല്ലവണ്ണം ലൂസ് ആവേണ്ട, ആ രീതിക്കാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമ്മൾ കൈ നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് കൈ കൊണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ദോശമാവ് നല്ലവണ്ണം പതഞ്ഞ് വരുന്നത്. പുളിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് നല്ലവണ്ണം പതഞ്ഞ് വരും. നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് ചൂട് തട്ടുന്ന അല്ലെങ്കിൽ വീതനമേ എവിടെയെങ്കിലുമൊക്കെ കുറഞ്ഞ ചൂട് തട്ടുന്ന സ്ഥലത്ത് ഒരു 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ രാവിലത്തേക്കിനാണെങ്കിൽ നിങ്ങൾ രാത്രി മാവ് അരച്ച് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പം ഞാനിവിടെ വീതനമ്മയാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാവ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ലവണ്ണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ അപ്പസോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ചേർത്തിട്ട് ഇതുപോലെ മെല്ലെ ഇളക്കി കൊടുക്കട്ടെ. ബബിൾസ് ഒന്നും പൊട്ടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ ദോശ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. പരത്തുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് പരത്തിയ വീഡിയോ മിസ്സായി പോയതാണ്. ഇനി ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല, നല്ല സോഫ്റ്റ് ദോശ റെഡി ആയിട്ടുണ്ട്.
ഇതുപോലെ ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുക കേട്ടോ. ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു തവ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇങ്ങനെയല്ലേ നമ്മുടെ അടിപൊളി ദോശ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കുക, എന്തായാലും ശരിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എങ്ങനെ ഉണ്ടായിരുന്നില്ല കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കേ, ബൈ.